ഹലോ ഫ്രണ്ട്സ്, ലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. റവ കൊണ്ടുണ്ടാക്കുന്ന വളരെ ഈസിയും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫുഡാണ് റവ പഞ്ഞിയപ്പം. അപ്പം നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് നമ്മളുടെ ചാനൽ എല്ലാവരും ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേഷനൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്ക് നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും പുതിയതായി കാണുന്ന ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനടുത്ത് ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലൊരു ഓൾ ഓപ്ഷൻ കാണാം, അതിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഡിഷസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്വാദേറിയ പഞ്ഞിയപ്പം ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ റവ പഞ്ഞിയപ്പത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു മിക്സർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതാ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഇനി ഒരു കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് നമ്മൾ 1.5 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുക്കാൽ കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഒനിയനാണ് ആവശ്യം, ചെറുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ വേണ്ട, അതിൽ കുറച്ച് കുറവെടുത്താൽ മതി. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾക്കിത് മിക്സിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് തിക്നെസ്സിലുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അടിച്ചെടുത്ത് നോക്കാം. അപ്പം ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത് കേട്ടോ. മിക്സിയിൽ അല്ലെങ്കിൽ ഫില്ലായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് ചേർത്ത് വെള്ളം, ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരളവെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ല തിക്നെസ്സിൽ തന്നെ വെള്ളം, ഈ ഒരു മാവ് നമുക്ക് നല്ല തിക്നെസ്സിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നിങ്ങൾ നോക്കി ചേർത്താലും മതി. എന്നാലും ഏകദേശം അളവ് 2 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക്. പഞ്ഞിയപ്പത്തിലേക്ക് ഞാനൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ ചമ്മന്തി. ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എനിക്കിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ചട്നിയാണ്, പക്ഷെ വളരെ കോമ്പിനേഷനാണ് ഈ ഒരു പഞ്ഞിയപ്പത്തിലേക്ക് ഈ ചട്നി. നമ്മുടെ ദോശപ്പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിറയെ ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഹോൾസ് വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് മീഡിയം ഒരു ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞിട്ട് ഉള്ളിൽ വേവാത്ത പോലെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഹോൾസ് വന്ന്
പഞ്ഞിയപ്പം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞിയപ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞ റേഷ്യോയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, തേങ്ങ ചമ്മന്തി. തേങ്ങ അതൊന്നുമില്ല, ഒരു ഉള്ളി, പച്ചമുളക്, ഉപ്പ്, തേങ്ങ, വെള്ളം, കറിവേപ്പില ഇത്രയും ചേർത്തുകൊണ്ടാണ് തേങ്ങ ചമ്മന്തി. വളരെ കോമ്പിനേഷനാണ് ഈ ഒരു നമ്മുടെ പഞ്ഞിയപ്പത്തിന്. അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ആരോഗ്യമായിരിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.